ബുക്ക് വായന തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വായിച്ച ബുക്സിനെ കുറിച്ച് എല്ലാരോടും ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബുക്സ് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബുക്കിനെ ചുറ്റിപ്പറ്റി എപ്പോഴും ചെയ്യാറുണ്ടെങ്കിലും ചില കാര്യങ്ങളുണ്ട് ആസ് എ ബുക്ക് റീഡർ ഞാൻ എന്തായാലും ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഓർ ബൗണ്ടറീസ്. ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 5 things I would never do as a book reader. ഇതിൽ ചില കാര്യങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാകും, ചിലത് നിങ്ങളും ഫോളോ ചെയ്യാറുണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ വുഡ് ലവ് ടു ഹിയർ ദാറ്റ്. നിങ്ങൾ ഇതിൽ ഏതൊക്കെ ഫോളോ ചെയ്യാറുണ്ടെന്ന് ഈ വീഡിയോയിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇതല്ലാതെ വേറെ ഏതെങ്കിലും റീഡിംഗ് റൂൾസ് ഉണ്ടെങ്കിലും അതും കമന്റ് ആയിട്ട് അറിയിക്കുക. ബുക്ക് റിലേറ്റഡ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ചാനലാണിത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളുക. So let's start. 5 things I would never do as a book reader. Number 1, I would never watch a movie adaptation before reading its book. For me, മൂവി എന്നത് വൈകുന്നേരത്തെ ഒരു ചായയും സ്നാക്കും പോലെ ക്വിക്ക് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരു ഷോർട്ട് പ്രോഡക്റ്റ് ആണ്. നേരെ മറിച്ച് ബുക്ക് എന്നത് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഹെവി ഫുൾ കോഴ്സ് മീൽ പോലെയാണ്. 200-300 പേജസ് ഉള്ള ബുക്കിലെ സ്റ്റോറി എത്രയൊക്കെ നന്നായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താലും 2-2.5 മണിക്കൂറുള്ള മൂവിയിൽ ഭംഗിയായി കൊണ്ടുവരാൻ പാടാണ്. മൂവി ലവേഴ്സ് ഓഫൻഡ് ആവണ്ട പ്ലീസ്. ഇറ്റ് ഈസ് എ തിങ്. ബുക്ക് റീഡേഴ്സിന് ഇത് നല്ലപോലെ മനസ്സിലാവും. സോ ഏതെങ്കിലും ബുക്കിന്റെ മൂവി അഡാപ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ബുക്ക് വായിക്കാതെ എന്തായാലും മൂവി കാണില്ല. നിങ്ങളും അങ്ങനെയാണോ? കമന്റ് ചെയ്യുക. നമ്പർ 2, ഐ വുഡ് നെവർ സ്പോയിൽ ദ എൻഡിങ് ഓഫ് എ ബുക്ക്. ആസ് എ ബുക്ക് റീഡർ ഞാൻ ചെയ്യാത്ത മറ്റൊരു കാര്യമാണ് ബുക്കിന്റെ എൻഡിങ് ഞാൻ ആരുടെ അടുത്തും സ്പോയിൽ ചെയ്യില്ല. ഒരു ബുക്കിനെ കുറിച്ച് ഒന്നും തീരെ അറിയാതെ എടുത്ത് വായിച്ച് ഫുള്ളായി അതിൽ മുഴുകി ഓരോ മൊമെന്റ്സ് ആൻഡ് ട്വിസ്റ്റിലും ഒക്കെ വാവ് എന്ന് വണ്ടർ അടിച്ചിരുന്ന് ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഇഷ്ടമാണ്. സോ മറ്റുള്ളവർക്കും അതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വായിച്ച ബുക്സിനെ കുറിച്ചുള്ള സ്പോയിലേഴ്സ് ആ ബുക്ക് വായിക്കാത്തവരോട് ഡിസ്കസ് ചെയ്യാറില്ല. എന്റെ ഫിക്ഷൻ ബുക്ക് റിവ്യൂസ് എല്ലാം സ്പോയിലർ ഫ്രീ ആയിരിക്കും. ഇനി സ്പോയിലേഴ്സോടുകൂടി വീഡിയോ ചെയ്യേണ്ട ഒരു തീം ആണെങ്കിൽ സ്പോയിലർ അലേർട്ട് വീഡിയോയുടെ തുടക്കത്തിൽ എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് വീഡിയോയിൽ മാത്രമല്ല എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഹസ്ബൻഡിന്റെ അടുത്ത് പോലും ഞാൻ ഈ ഒരു റൂൾ ഫോളോ ചെയ്യാറുണ്ട്. ചില ടൈമിലൊക്കെ ബുക്ക് വായിച്ചു കഴിഞ്ഞതും അതൊക്കെ ഓടിപ്പോയി എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നും. ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്, ബട്ട് സ്റ്റോറി ഒരിക്കലും സ്പോയിൽ ചെയ്യില്ല. നമ്പർ 3, ഐ വുഡ് നെവർ ഡോഗ് ഇയർ പേജസ്. ഞാൻ വായിക്കാൻ തുടങ്ങിയത് ലൈബ്രറിയിൽ നിന്നും ബുക്സ് എടുത്തിട്ടായിരുന്നു. അതുകൊണ്ടാണോ എന്തോ വായിക്കുന്ന ബുക്സ് നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുക എന്നത് ഞാൻ അറിയാതെ ചെയ്തു പോകാറുള്ള ഒരു കാര്യമാണ്. ഈ ബുക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മെയിൻ വില്ലൻ ആണ് ഡോഗ് ഇയർ പേജസ്. അതായത് വായിച്ച പേജിന്റെ കോർണർ മടക്കി ബുക്ക് മാർക്കായിട്ട് വയ്ക്കുന്നത്. ഐ നോ ഒരുപാട് ബുക്ക് റീഡേഴ്സും അത് ചെയ്യാറുണ്ട്, ബട്ട് എനിക്ക് അത് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ബുക്ക് മാർക്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി ബുക്ക് മാർക്ക് ഒന്നും അടുത്തില്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ പേപ്പർ ആണെങ്കിലും യൂസ് ചെയ്യും, ബട്ട് ബുക്കിന്റെ പേജ് മടക്കാറില്ല. നമ്പർ 4, ഐ വുഡ് നെവർ റീഡ് ജസ്റ്റ് ഫോർ ദ നമ്പേഴ്സ്. 100 ബുക്സ് വായിക്കുക, 50 ബുക്സ് വായിക്കുക എന്നൊക്കെ റീഡേഴ്സ് ഗോള് സെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഞാനും വായനയുടെ ഇനീഷ്യൽ ഡേയ്സിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ഇയർ എൻഡ് ഒക്കെ ആകുമ്പോഴേക്കും സെറ്റ് ചെയ്ത നമ്പർ തീർക്കാനായിട്ട് ബുക്സ് ഒന്നെങ്കിൽ ഓടിച്ച് വായിക്കും, ഇല്ലെങ്കിൽ ഷോർട്ട് ബുക്സ് ഒക്കെ നോക്കി എടുത്തിട്ട് വായിക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ കുറച്ച് ബോധമൊക്കെ വന്നപ്പോഴും ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. വായിക്കുക എന്നത് എനിക്കിപ്പോൾ പല കാര്യങ്ങളും ഫീൽ ചെയ്യലാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കലാണ്, സ്ട്രെസ് റിലീവിംഗ് ആയിട്ടുള്ള ഒരു എസ്കേപ്പ് ആണ്. സോ നമ്പേഴ്സിന് വേണ്ടി മാത്രം ഞാൻ ഇപ്പോൾ വായിക്കാറില്ല. അതുകൊണ്ട് ബുക്സ് 5ഓ 50ഓ എത്ര വേണേലും ആയിക്കോട്ടെ, ദ കണക്ഷൻ മാറ്റേഴ്സ് മോർ ദാൻ ദി കൗണ്ട് എന്നൊരു മൈൻഡ് സെറ്റ് ആണ് എനിക്കിപ്പോൾ. നമ്പർ 5, ഐ വുഡ് നെവർ ജഡ്ജ് സംവൺസ് റീഡിംഗ് ചോയ്സസ്. മറ്റുള്ളവരുടെ റീഡിംഗ് ചോയ്സസിനെ ബേസ് ചെയ്ത് ഞാൻ ഒരിക്കലും ആരെയും ജഡ്ജ് ചെയ്യില്ല. ഫാന്റസി, മർഡർ, മിസ്റ്ററി, സ്പൈസി റൊമാൻസ്, സെൽഫ് ഹെൽപ്പ്, പാരന്റിംഗ്, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം ഒരാളുടെ റീഡിംഗ് പ്രിഫറൻസ്. അതിനെ ബേസ് ചെയ്ത് അയാൾ എങ്ങനെയുള്ള ആളായിരിക്കും ഓർ ഈ പ്രായത്തിലാണോ ഇതൊക്കെ വായിക്കുന്നത് എന്നൊന്നും ജഡ്ജ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കാര്യം ഞാൻ ബുക്ക് ചൂസ് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് ഞാൻ ബുക്സ് ചൂസ് ചെയ്യാറില്ല. എനിക്ക് വായിക്കണമെന്ന് തോന്നിയാൽ ഐ വിൽ പിക്ക് ഇറ്റ് അപ്പ്. ഇഫ് എ ബുക്ക് ബ്രിങ്സ് യു ജോയ്, that's all matters. Read it proudly. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ആസ് എ ബുക്ക് റീഡർ ഞാൻ ചെയ്യാത്തവ. വാട്ട് അബൌട്ട് യു ഗൈസ്? നിങ്ങളുടെ ലിസ്റ്റിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ? ഓർ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണോ എന്നെല്ലാം കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റു ബുക്ക് ലവിംഗ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.